ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും മികച്ച എക്സാം ബോർഡ്. ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന, ലക്ഷക്കണക്കിന് കുട്ടികൾ വർഷം തോറും എക്സാം എഴുതുന്ന എക്സാം ബോർഡ് CBSE. അവർക്ക് വന്ന ചെറിയൊരു പിഴവ് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതെ, സാർഥക് സിദ്ധാന്ത്, ഒരു 17 വയസ്സുകാരനായ ഒരു കുട്ടി. അവൻ തന്റെ എക്സാം പേപ്പറിൽ നടന്ന ചില ക്രമക്കേടുകളെ കുറിച്ച് അവൻ റിസർച്ച് ചെയ്ത ഒരു ബ്ലോഗ് എഴുതുകയും ആ ഒരു ബ്ലോഗിനെ പാർലമെന്റ് തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും CBSEക്ക് വന്ന പിഴവുകൾ എന്താണെന്ന് ലോകം മുഴുവൻ അറിയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എന്താണ് ആ ഒരു കാര്യമെന്ന്? നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു 17 വയസ്സുകാരനായ CBSE സ്റ്റുഡന്റ്, അവന്റെ +2 റിസൾട്ടിന് ശേഷം അവന് പ്രതീക്ഷിച്ച പോലെ അവനൊരു മാർക്ക് അവന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇത്തരത്തിൽ പക്ഷെ അവൻ നല്ല രീതിയിലുള്ള മാർക്ക് അവൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെ ആയിരുന്നു. കോഡിങ്ങിലും മറ്റു ടെക്നോളജിയിലും ഒക്കെ താല്പര്യമുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അവൻ. അപ്പൊ അവന്റെ മാർക്കിൽ അവൻ തൃപ്തിയായിരുന്നില്ല. കാരണം അവൻ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവൻ ഇത് വെറുതെ ഇരുന്നില്ല. നോർമലി ഒരു കംപ്ലൈന്റിൽ ഒതുക്കുന്നതിന് പകരം അവന്റെ ആൻസർ ഷീറ്റിന്റെ കോപ്പീസ് ആവശ്യപ്പെട്ടു. CBSEയോട് അതിന്റെ കോപ്പീസ് ആവശ്യപ്പെട്ടു. ഇത്തവണ CBSE ആൻസർ കറക്റ്റിംഗിൽ കൊണ്ടുവന്ന ഒരു മാറ്റമാണ് OSM, അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ്. കുട്ടികൾ എഴുതുന്ന ആൻസർ ഷീറ്റുകൾ സ്കാൻഡ് കോപ്പി ആയിട്ട് ഏത് അധ്യാപകനാണോ അധ്യാപികയാണോ ഇത് കറക്റ്റ് ചെയ്യുന്നത് അവരുടെ മുന്നിലേക്ക് സ്ക്രീനിലാണ് ഈ ഒരു ആൻസർ ഷീറ്റ്സ് വരുന്നത്. അപ്പൊ സ്ക്രീനിൽ ഈ ഒരു ആൻസർ ഷീറ്റ്സ് വരുമ്പോൾ അവർക്ക് സ്ക്രീനിലാണ് അവർ കറക്റ്റ് ചെയ്യുന്നതും ഫിസിക്കലി കറക്റ്റ് ചെയ്യുന്നതിന് പകരം സ്ക്രീനിൽ കറക്റ്റ് ചെയ്യുകയും അവർ മാർക്ക് ഇടുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്ത് വരികയും അപ്പൊ കൗണ്ടിങ് ഇറേഴ്സ് അങ്ങനെയുള്ള മറ്റു പല ഇറേഴ്സും ഒക്കെ മാറ്റാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രക്രിയ CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അത്തരത്തിൽ ഓൾറെഡി ഇവരുടെ സ്കാൻഡ് കോപ്പീസ് ഒക്കെ CBSEയുടെ കയ്യിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഈ കുട്ടി ഈ ഒരു കോപ്പീസ് ആവശ്യപ്പെട്ട് അത് അവന് കിട്ടുകയും അവൻ അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആൻസർ ഷീറ്റ് അതിനകത്തുനിന്ന് മിസ്സിംഗ് ആയതായിട്ട് അവൻ കണ്ടു. അതായത് ഇടയ്ക്കുള്ള പേജസ് മിസ്സിംഗ് ആണ്, സ്കാൻഡ് കോപ്പിയിൽ എല്ലാ പേജസും ഇല്ല, അതുപോലെ ഉള്ള പേജസ് ഒക്കെ ബ്ലേർഡ് ആണ്. അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ അവൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതിനുശേഷം അവന്റെ അന്വേഷണം പോയത് ഇത് ഏത് കമ്പനിയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്കാൻഡ് കോപ്പീസ് ചെയ്യാനായിട്ട് ടെൻഡർ എടുത്തിരിക്കുന്നതെന്ന് നോക്കി. അപ്പൊ ടെൻഡർ എടുത്തിരിക്കുന്നത് ഒരു കാം ടെക്നോളജി, എഡ്ടെക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ടെൻഡർ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തപ്പോൾ ഇവന്റെ മാത്രമല്ല ഒരുപാട് കുട്ടികളുടെ പേജസ് ഇതുപോലെ മിസ്സിംഗ് ആണ് ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വരുന്ന മാർക്കിലും വ്യത്യാസം വരും. സാർഥക് സിദ്ധാന്ത് ഈ ഒരു പേപ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ ഈ ഒരു കാം എഡ്ടെക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മുന്നേ ഗോബറീന ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് തെലങ്കാന സ്റ്റേറ്റിന്റെ എക്സാം പേപ്പേഴ്സ് എല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അന്ന് അവർ നടത്തിയ പല ക്രമക്കേടുകൾ, ഇതുപോലെയുള്ള പേജസ്, വളരെ ടെക്നോളജിക്കൽ ഇഷ്യൂസ് കാരണം അന്ന് ഒരുപാട് കുട്ടികൾ ആ ഒരു എക്സാമിന് തോൽക്കുകയും 21ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ വന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി ആയിരുന്നു അന്നിത് ഗ്ലോബറീന ടെക്നോളജീസ് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത്തവണ ഇവർ മറ്റൊരു പേര് മാറ്റി ഇവർ പുതിയൊരു രൂപത്തിൽ ഈ ഒരു കമ്പനി വരികയും CBSE ഈ ടെൻഡർ കൊടുക്കുന്നതിൽ മറ്റു പല ചേഞ്ചസ് വരുത്തി. കഴിഞ്ഞ വർഷം ഒക്കെ ഉണ്ടായിരുന്ന പല ടെൻഡറുകളും മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള ഒരു കമ്പനിക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടെൻഡറുകളിൽ പോലും അതിന്റെ ക്രൈറ്റീരിയയിൽ പോലും ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഈ കമ്പനിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കമ്പനിയാണ് CBSE ഇത്തവണ ഈ ഒരു OSM എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചത്. അപ്പൊ അത്തരത്തിൽ വന്നപ്പോഴത്തേക്കും CBSEയുടെ റിസൾട്ടിനെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബാധിച്ചു. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നോക്കുമ്പോൾ CBSEയുടെ റിസൾട്ടുകൾ കുറയുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പലർക്കും അവർ ഉദ്ദേശിച്ച പോലെയുള്ള മാർക്കുകൾ കിട്ടിയില്ല. കാരണം പല പേപ്പേഴ്സും മിസ്സിംഗ് ആണ്, ഒക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയെ CBSE ഏൽപ്പിക്കുമ്പോൾ ബേസിക് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും CBSE നോക്കാതെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ എത്ര കുട്ടികളുടെ ഭാവിയെ ബാധിച്ചിരിക്കാം. ഇനിയും അങ്ങോട്ട് എത്രയെത്ര കുട്ടികൾ എക്സാം എഴുതാനുണ്ട്. അപ്പൊ ഈ ഒരു കമ്പനിയെ ഇതിൽ നിന്ന് നീക്കം ചെയ്യുന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. ഇത്തരത്തിലുള്ള കമ്പനി മാത്രമല്ല, മറ്റ് പല കമ്പനികളും ഇതുപോലെയുള്ള ക്രമക്കേടുകൾ കാണിച്ചേക്കാം.
കാരണം അവർക്ക് ടെൻഡർ കൊടുക്കുന്നു. അപ്പൊ കുട്ടികളുടെ എല്ലാ പേപ്പേഴ്സും അവർ സ്കാൻ ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ സ്റ്റാഫ്സ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വരുമ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ടൊരു മോണിറ്ററിങ്ങും ഇതിലെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഒരു സിസ്റ്റമിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതേസമയം തന്നെ ആ ഒരു ടീച്ചറിന് ആ ഒരു ഫിസിക്കൽ പേപ്പർ കൂടി അവരുടെ കയ്യിൽ കൊടുക്കാമെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. അവർക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു എളുപ്പവും കൂടെ ആവും, അവർക്ക് അതിനെക്കുറിച്ച് ചെയ്യാനും പറ്റും. അപ്പൊ ഈ പേജ് മിസ്സിംഗ് ആണെന്നുള്ളൊരു കാര്യം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പക്ഷെ ഇത്തരത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം ഇത്രയേറെ കുട്ടികളുടെ റിസൾട്ടിനെ ബാധിച്ചു. അപ്പൊ ഈ ഒരു കുട്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യുകയും ചെയ്തത് കൊണ്ടിട്ട് അവന് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാനും കഴിഞ്ഞു. അതുപോലെ തന്നെ അവന്റെ റിസൾട്ടിന്റെ കാര്യത്തിലും അവനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ മറ്റു കുട്ടികളോ, ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗത്തു നിന്നും പല പല ഭാഗത്തു നിന്നും എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം ഇതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അവർക്ക് കിട്ടിയ മാർക്ക് അവർക്ക് ഓക്കെ ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്ന എത്ര കുട്ടികൾ ഉണ്ടാവാം, അതിൽ കൂടുതൽ മാർക്ക് കിട്ടേണ്ടിയിരുന്ന കുട്ടികൾ. അപ്പോ അത്തരത്തിലൊക്കെ ഒരു ഇന്ത്യയിലെ കുട്ടികളെ മുഴുവൻ, ഒരു 17-18 വയസ്സ് വരുന്ന കുട്ടികളെ മുഴുവൻ ബാധിക്കുന്ന ഇത്തരത്തിൽ വലിയൊരു കാര്യം നമ്മൾ എന്തുകൊണ്ട് ഇത് റൈസ് ചെയ്യുന്നില്ല? പാർലമെന്റിൽ ഇപ്പോൾ ഇത് ചർച്ചയായിട്ടുണ്ട്, പക്ഷെ CBSE വേണ്ടവണ്ണത്തിലുള്ള ഒരു റിപ്പോർട്ടുകളൊന്നും ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ഏത് എക്സാം ബോർഡിലാണ് ചേർക്കുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കുട്ടികളുടെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും നമ്മൾ റൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ടുള്ള പല തക്കതായ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ.